Hi everyone, Assalamu alaikum, good morning. Hope you are doing well, get Ami here. എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഗ്രേറ്റ്. ഇന്നത്തെ ടോപ്പിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് പേഴ്സൺ, അതായത് മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് എടുക്കാം. നമ്മളൊക്കെ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സാഡ്നെസ്, അതായത് ദുഃഖങ്ങളാണല്ലേ. ഈ ദുഃഖങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡ് ആകെ ഡിസ്റ്റർബ് ആവും. ഈ മൈൻഡ് ഡിസ്റ്റർബ് ആകുന്ന സമയത്ത് പല പല അസുഖങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ മുന്നിൽ വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ തിങ്ക് ചെയ്യുന്നത് നെഗറ്റീവ് തോട്ട് കൊണ്ടാണ് മൈൻഡിനെ എവിടെയും നമ്മൾ എത്തിക്കാത്തത്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഇന്ന് ഒരാൾ കളിയാക്കുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയോ പെട്ടെന്ന് നമുക്കൊരു ഇമോഷൻസ് വരുമല്ലേ. അവരെന്തിനായിരിക്കും എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, അവർക്ക് വേറെ പണിയൊന്നും ഇല്ലായിട്ടാണ് അല്ലേ. നമ്മൾ മറ്റുള്ളവർ പറയുന്നതിൻ്റെ തോട്ടിൽ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഈ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഈ മൈൻഡ്ഫുൾനെസ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നിങ്ങൾ കടന്നു വന്ന ആ ഒരു പ്രശ്നത്തെ നമ്മൾ ഇല്ലാതാക്കാൻ നോക്കാം. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടായ പ്രശ്നങ്ങൾ കടന്നു പോകുന്നുണ്ടോ, സാമ്പത്തികപരമായിട്ടോ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ. അവർ തന്നെ അങ്ങനെ പറഞ്ഞില്ലേ, ഇവരെന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ, ഓഫീസിൽ തന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ, സൊസൈറ്റി തന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നിങ്ങനെ നമ്മൾ രാവും പകരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പറയുന്ന സമയത്ത് നമ്മളെ നെഗറ്റീവ് എനർജി വന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡിലേക്ക് അത് കണക്ട് ചെയ്യും. മൈൻഡിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിലെയും ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. ഈ ഒരു സമ്പ്രദായം നമ്മൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് സൈലൻ്റായിട്ടിരിക്കുക. മൊബൈൽ ഫോണിലൊന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് സൈലൻ്റായിട്ടിരിക്കാം. ആ കഴിഞ്ഞ പ്രശ്നങ്ങൾ നമ്മളിനി നോക്കാനേ പാടില്ല. നമ്മൾ ആ കഴിഞ്ഞത് ചാപ്റ്റർ വിട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ നല്ല രീതിയിലുള്ള മെഡിറ്റേറ്റ് ചെയ്യുക. ഈ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ വർക്ക് ചെയ്യും. മൂന്നാമത്തെ കാര്യം വെച്ചാൽ മോർ ഡ്രിങ്ക് വാട്ടർ. എന്തുകൊണ്ടാണ് വെള്ളം ധാരാളം കുടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡിന് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ നമ്മുടെ തലച്ചോറിലേക്ക് അത് കണക്ട്, നമ്മളെ വെള്ളത്തിലേക്ക് നല്ല രീതിയിൽ അതിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും. നാലാമത്തെ കാണിച്ച് റൈറ്റ് ഡൗൺ അഫർമേഷൻ. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു അഫർമേഷൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. മൂന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് ഗോ ദാറ്റ്സ് പ്രോബ്ലം എന്ന് നമ്മൾ എഴുതും. ഇങ്ങനെ ഡെയിലി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങളൊരു മൈൻഡ്ഫുൾനെസ് പേഴ്സണോ. നിങ്ങൾക്ക് ഇതും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ രാവിലെ നിങ്ങൾക്കൊരു യാത്ര നടത്താം. ഈ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ജിമ്മിന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, വർക്കൗട്ട് ചെയ്യുമ്പോൾ ശരീരം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്